ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനിക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് 12ാം ക്ലാസ്സിലെ ഹിന്ദി രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും മലയാളം എക്സ്പ്ലനേഷനോടുകൂടി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെടുത്ത് പല ആവർത്തി കണ്ട് നന്നായിട്ട് ആ ലെസൺ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? ബേട്ടി കെ നാം. ബേട്ടി കെ നാം എന്ന് പറയുന്ന ആ ലെസണിലുള്ള വൺ വേർഡ് ആൻസർ മുതൽ 4 മാർക്കിന്റെ ആൻസർ വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യമേ ഷോർട്ട് ക്വസ്റ്റ്യൻസ് മുതൽ നോക്കാം. ബേട്ടി കെ നാം എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പറയട്ടെ. ബാരാത്ത് കി അഗവാനി കെ സേഹരെ കിനോനെ ലിഖി. ബാരാത്ത് മാനെ വരന്റെ പാർട്ടി. വരന്റെ പാർട്ടിയെ സ്വീകരിക്കുന്നതിനുള്ള പാട്ടുകൾ ആരാണ് എഴുതിയത്? വരന്റെ പാർട്ടിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാട്ടെഴുതിയത് ആരാണ്? ഗാലിബ് ഔർ ജൗഖ് നെ എന്നാണ് ഉത്തരം. ഗാലിബ് ഔർ ജൗഖ് എന്നാണ് ഉത്തരം. അതിൽ നിന്ന് തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഗാലിബ് ഔർ ജൗഖ് കോൻ ഥേ. ഗാലിബും ജൗക്കും ആരായിരുന്നു? ഗാലിബ് ഔർ ജൗക്ക് ഉर्दू एवं फारसी भाषा के महान शायर थे. वे बहादुर शाह जफर के दरबारी कवि थे. അപ്പോൾ ബഹാദുർ ഷാ ജഫറിന്റെ രാജകൊട്ടാരത്തിലെ കവികളായിരുന്നു ഗാലിബും ജൗക്കും. അപ്പൊ ഗാലിബ് ഔർ ജൗക്ക് ഉर्दू एवं फारसी भाषा के महान शायर थे और कवि थे. അടുത്ത ക്വസ്റ്റ്യൻ. തോഹഫെ के बदले बहादुर शाह ने क्या दिया? തോഹഫയ്ക്ക് പകരം, സമ്മാനത്തിന് പകരം ബഹാദുർ ഷാ ജഫർ എന്താണ് പകരമായിട്ട് കൊടുത്തത്? എന്താ കൊടുത്തത്? തോഹഫെ के बदले ബഹാദുർ ഷാ ने റാണി കാ ഏക് ഹാർ ദേ ദിയ. എന്റെ ആൻസർ റാണി കാ ഏക് ഹാർ എന്നാണ്. ക്വസ്റ്റ്യനും കൂടെ ചേർത്ത് ആൻസർ എഴുതുമ്പോൾ തോഹഫെ കെ ബദലെ ബഹാദുർ ഷാ ജഫറിനെ റാണി കാ ഏക് ഹാർ ദിയ എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കൈദിയോം കാ ഖർച്ച ആധാ കർ ദിയ ക്യോം. ബന്ധനസ്ഥരുടെ ചിലവ് പകുതിയായി വെട്ടിക്കുറച്ചു എന്തുകൊണ്ട്? ഓർമ്മയുണ്ടാകും, തോഹഫയായിട്ട് കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ വന്നു. ബഹാദുർ ഷാ ജഫർ ആ തോഹഫയെ സ്വീകരിച്ചു. സ്വീകരിച്ചിട്ട് പകരം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ പകരം തന്റെ രാജ്ഞിയുടെ ഒരു മാല കയ്യിലുണ്ടായിരുന്നു, അതവർക്ക് കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബഹാദുർ ഷായ്ക്ക് സംശയമുണ്ടായിരുന്നു. ഇതോടുകൂടി തങ്ങളുടെ ചെലവ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പേടിയുണ്ടായിരുന്നു. ആ പേടി പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അംഗ്രേസോം കാ വിചാർ യഹ് ഥാ കി ഇൻ മുഗളോം കെ പാസ് ജവാഹരാത്ത് ബഹുത് സ്യാദാ ഹേ. ഈ മുഗളന്മാരുടെ അടുത്ത് ധാരാളം ആഭരണങ്ങളും മാലകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷുകാർ വിചാരിച്ചത്. ഇൻ കൈദിയോം കോ ദിയാ ജാനെ വാല ഖർച്ച ഇൻകി ജറൂരത്ത് സെ സ്യാദാ ഹേ. ഇവർക്ക് കൊടുക്കുന്ന ചിലവ് അവരുടെ ആവശ്യത്തെക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇസ്ലിയെ ഉനോനെ കൈദിയോം കാ ഖർച്ച ആധാ കർ ദിയ. അതുകൊണ്ടാണ് കൈദികളുടെ ചിലവ് പകുതിയായിട്ട് വെട്ടിക്കുറച്ചത്. അംഗ്രേസോं के आक्रमणों से दिल्ली वासियों को क्या क्या नुकसान हुआ? ഇംഗ്ലീഷുകാരുടെ ആക്രമണത്താൽ ഡൽഹി വാസികൾക്ക് എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി? ഇതാണ്
അടുത്ത ചോദ്യം. अंग्रेजों के आक्रमण से बहुत से लोगों के बाप बेटे और भाई फांसियों पर चढ़ गए. ഇംഗ്ലീഷുകാരുടെ ആക്രമണങ്ങൾ കൊണ്ട് ഒത്തിരി ആളുകളുടെ അച്ഛൻ, പുത്രന്മാർ, സഹോദരങ്ങൾ എന്നിവരെ തൂക്കിലേറ്റപ്പെട്ടു. बहुत से बच्चे यतीम हो गई. ഒത്തിരി കുട്ടികൾ അനാഥരായി. बहुत सी औरतें बेवा हो गई. ധാരാളം സ്ത്രീകൾ വിധവകളായി. ഉൻകെ ഘർ ലൂട്ട് ഗയി. അവരുടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു. ഖോദ് ഡാലെ ഗയെ और उन पर हल चलवा दिए गए. അവരുടെ വീടുകൾ കൊള്ളയടിക്കുകയും വീട് നിന്ന സ്ഥലം കുഴിച്ച് അവിടെയെല്ലാം കലപ്പകൾ കൊണ്ട് ഉഴുത് മറിക്കുകയും ചെയ്തിരുന്നു. ആ ചോദ്യത്തിന് ഇത്രയുമാണ് ഉത്തരം എഴുതേണ്ടത്. മറ്റൊരു ചെറിയ ചോദ്യം. सन 1947 के पहले 2 सदियों तक भारत किसके अधीन में था? AD 1947 മുൻപ് ഭാരതത്തിൽ ആരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഉത്തരം ഇതുപോലെയാണ് എഴുതേണ്ടത്. सन 1947 के पहले 2 सदियों तक भारत अंग्रेजों के अधीन था. अंग्रेजों के अधीन था എന്ന് മാത്രമാണ് ഉത്തരവുള്ളത്. പക്ഷേ സെന്റൻസ് ആയിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. അഥവാ ചോദ്യത്തിനനുസരിച്ച് ആൻസർ ചെയ്യണം. भारत की स्वतंत्रता की लड़ाई कब शुरू हुई? ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ആരംഭിച്ചത്? ഉത്തരം ഒരു ഇയർ മാത്രമാണ്. പക്ഷെ സെന്റൻസ് ആയിട്ടാണ് ഉത്തരം പറയേണ്ടത്. ഭാരത് की स्वतंत्रता की लड़ाई 1857 में शुरू हुई. भारत की स्वतंत्रता की लड़ाई 1857 में शुरू हुई. बेटी के नाम पत्र किसका है? बेटी के नाम എന്ന എഴുത്ത് ആരുടേതാണ്? बहादुर शाह जफर का है. यह पत्र बहादुर शाह जफर का है. ഇതാണ് അതിന്റെ ആൻസർ. പത്ര കിസ്കെ നാം ഹേ? പത്ര ആരുടെ പേർക്കാണ് എന്നാണ്. പത്ര अपनी बेटी കുൽസും ജമാനി ബേഗം के नाम है. ആ കത്ത് തന്റെ മൂത്ത പുത്രിയായ കുൽസും ജമാനി ബീഗത്തിന്റെ പേർക്കുള്ളതാണ്. പത്ര अपनी बड़ी बेटी കുൽസും ജമാനി ബേഗം की नाम है. അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് തീർച്ചയായും ചോദിക്കും. നിങ്ങൾ ഇത് നന്നായി പഠിച്ചിരിക്കണം. कैदी बापू को अपनी बेटी का खत एक आंसूनामा था. क्यों? ബന്ധനസ്ഥനായ അച്ഛന് തന്റെ പുത്രിയുടെ എഴുത്ത് വേദനാജനകമായി തീർന്നു. എന്തുകൊണ്ട്? कैदी बापू को अपनी बेटी का खत एक आंसूनामा था. क्यों? ബന്ധനസ്ഥനായ പിതാവിന് തന്റെ പുത്രിയുടെ എഴുത്ത് ഒരു വേദനാജനകമായി തീർന്നു. എന്തുകൊണ്ട്? നമുക്കതിന്റെ ഉത്തരം നോക്കാം. दिल्ली में बंधन में रहने वाली पुत्री के खत में अपनी और दिल्ली वालों की दुरवस्था का विवरण था. ദില്ലിയിൽ ബന്ധനസ്ഥയായിരുന്ന തന്റെ പുത്രിയുടെ എഴുത്ത് തനിക്ക് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. खत पढ़कर उसका भाई रोया. ലെറ്റർ വായിച്ച പുത്രിയുടെ സഹോദരൻ പുത്രൻ കരഞ്ഞു. പിതാക്കി ആംഖേം ഭി ആസും സേ ഭറായി. അച്ഛന്റെ കണ്ണുകളും കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ഇസ്ലിയെ കൈദി ബാപ് കോ പുത്രി കാ ഖത്തെ കാ ആംസൂനാമാ ഹി ലഗ. അതുകൊണ്ടാണ് പുത്രിയുടെ എഴുത്ത് തനിക്ക് ഒരു വേദനാജനകമായ ഒന്നായി എന്ന് പറയാൻ കാരണം. ഈ ചോദ്യവും ഇതിന്റെ ഉത്തരവും വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ഇത് ചോദിച്ചിരിക്കും. ദില്ലി വാലെ മുझको रोते होंगी, मैं भी उनको रोता हूं. हम शासन का कौन सा गुण
പ്രകട് ഹോത്താ ഹെ. ഡൽഹിയിലുള്ള ആളുകൾ എന്നെ കുറിച്ച് ഓർത്ത് കരയുന്നുണ്ടാകും, ഞാനും അവരെ കുറിച്ച് ഓർത്ത് കരയുന്നു. ഇവിടെ ഭരണാധികാരിയുടെ ഏത് ഗുണമാണ് പ്രകടമാകുന്നത് ആ വരികളിൽ? യഹാം ശാസകി പ്രജാവത്സലത ഔർ ഹംദർദി പ്രകട് ഹോത്തി ഹെ. ഇവിടെ ഭരണകർത്താവിന്റെ പ്രജാവാത്സല്യവും ദയവുമാണ് പ്രകടമാകുന്നത്. യഹ് കത്ത് തുംകോ മിലേഗാ ഭി യാ നഹീ, ബാദശാഹ് കെ മൻ മേം ഐസാ ശക്ക് ക്യോം ഉഭരാ ഹോഗാ. ഈ ലെറ്റർ നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. ചക്രവർത്തിയുടെ മനസ്സിൽ ഇപ്രകാരം ഒരു സംശയം ജനിക്കാൻ എന്താണ് കാരണം? बादशाह ऐसे बहुत से व्यक्ति देखे हैं जो आखिर में दगाबाज और दूसरों के भेजे जासूस साबित हुए. ചക്രവർത്തി ആകട്ടെ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, അതിൽ ചതിയന്മാരും സ്പൈ വർക്ക് ചെയ്യുന്നവരും അഥവാ ചാരന്മാരും ഉണ്ടാവാം. അതുകൊണ്ടാണ് ഈ കത്ത് മോൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല എന്ന് ചക്രവർത്തി പറയുവാൻ കാരണം. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ലെറ്റർ ആണ്. ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മള് ആൻസർ പേപ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു സംബോധന വേണം. സംബോധന കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ താഴെ മധ്യത്തിൽ മുതലാണ് കണ്ടന്റ് എഴുതേണ്ടത്. ഈ കണ്ടന്റ് എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ വലത്ത് സൈഡില് നമ്മൾ തുമാര മിത്ര അല്ലെങ്കിൽ തുമാരി സഹേലി, താഴെ പേര് വേണം. ഇടതുവശത്ത് നാം, താരീഖ്. ഇത്രയുമാണ് ഒരു ലെറ്ററിന്റെ കണ്ടന്റ്. ആ കണ്ടന്റ് കൂടി നിങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കണം. ഈ ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിലുള്ള ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഫോക്കസ് ഏരിയയിലെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.